ശരിക്കു പറഞ്ഞാൽ അർജുനന്റെ അറസ്റ്റ് ബാലഭാസ്കർ കേസ് അന്വേഷിക്കുന്ന CBI സംഘത്തിന് വീണ് കിട്ടിയ തുറുപ്പു ഗുലാനാണ്. അർജുനനെ ഈ ഘട്ടത്തിൽ CBI സംഘം ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ തത്ത പറയുന്നത് പോലെ പറയും. സെപ്റ്റംബർ 24-ന് അർദ്ധരാത്രി തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്നോവ കാറ് എന്തിനാണ് ഇത്ര മരണപ്പാച്ചിൽ നടത്തിയതെന്ന്, ആ മരണപ്പാച്ചിലിന് പിന്നിലെ ഉദ്ദേശങ്ങൾ കൃത്യമായും അർജുനറിയാം. അർജുൻ അറിഞ്ഞിരുന്നു എന്നത് വാസ്തവമാണ്. മരണം അപകടത്തെ തുടർന്നാണ് എന്ന് സ്ഥാപിക്കപ്പെടുമ്പോഴും തെളിവുകൾ അതിന് അനുകൂലമാണെങ്കിലും ആ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്തുന്നതിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും ഒരുപോലെ പരാജയപ്പെട്ട സംഭവമാണ് ബാലഭാസ്കർ എന്ന സംഗീത പ്രതിഭയുടെ മരണം. ബാലഭാസ്കറിൻ്റെ 2 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ മരണം. അന്ന് അപകട സമയത്തൊപ്പമുണ്ടായിരുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി ഇന്ന് ജീവനോടെ ഉണ്ട്. അതുപോലെ തന്നെ അർജുനും ഉണ്ട്. ജീവിച്ചിരിപ്പിക്കുന്ന 2 പേരുണ്ട്. അപകടത്തിൽ പെട്ടിട്ടും ജീവിച്ചിരിക്കുന്ന 2 പേർ. അവരെയും ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും ഇതുവരെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കേസ് എന്ത് ലാഘവ ബുദ്ധിയോട് കൂടിയാണ് ഈ ഏജൻസികൾ അന്വേഷിച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരും. അന്വേഷണ ഏജൻസികൾ മാത്രമല്ല, അന്വേഷണ ഏജൻസികളുടെ അധികാര തലപ്പത്തിരിക്കുന്ന ആളുകളും നാണിച്ച് മുഖം പൊത്തേണ്ടി വരും. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ബാലഭാസ്കറിന്റെ അപകടമരണ കേസ് വീണ്ടും CBI പുനരന്വേഷണത്തിന് ഏറ്റെടുത്തത്. 3 മാസമായിരുന്നു കാലാവധി. വീണ്ടും 3 മാസം കൂടി അന്വേഷണ സംഘം ഹൈക്കോടതിയോട് ചോദിച്ചു. അതും അനുവദിക്കപ്പെട്ടു. അതും കൊടുത്തിട്ട് ഇപ്പോൾ 7-8 മാസങ്ങളാകുന്നു. ഇപ്പോഴും CBI എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ CBI ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ മൊഴികൾ എടുത്തിരുന്നു. എന്നിട്ട് അന്ന് കലാഭവൻ സോബി പറഞ്ഞ കാര്യങ്ങളിൽ അപകടം നടക്കുമ്പോൾ ചിലരെ കണ്ടിരുന്നു, സംശയാസ്പദമായ നിലയിൽ കണ്ടിരുന്നു. ചിലർ അപകട സ്ഥലത്ത് നിന്ന് ആളുകളെ ആട്ടിപ്പായിച്ചിരുന്നു. അതുപോലെ തന്നെ ആ സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്ന CIT തൊഴിലാളിയുടെ സാക്ഷിമൊഴിയുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ പോലീസുകാരും ചോദ്യം ചെയ്തിട്ടില്ല. ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ആ CIT തൊഴിലാളി. ആ CIT തൊഴിലാളിയും പറഞ്ഞു അപകടത്തിൽ എന്തോ ദുരുദ്ദേശമുണ്ടായിരുന്നു എന്ന് സംശയമുണ്ടെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഈ അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യമാണ് ഈ സംഭവത്തോടെ ഉയരുന്നത്. അർജുനെക്കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ, കുറിയേടത്തുമനയിലെ അർജുൻ മുമ്പ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആകുന്നതിന് മുമ്പ് തന്നെ ചില കേസുകളിലെ പ്രതിയാണ്. ATM തെഫ്റ്റ് കേസിലെയും കഞ്ചാവ് കേസിലെയും ഒക്കെ പ്രതിയാണെന്ന് ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരുന്നു. CBIയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അർജുൻ വിഷ്ണു ബാലഭാസ്കറിന്റെ മാനേജർ ആയിരുന്ന, അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിരുന്ന വിഷ്ണുവിൻ്റെ സ്ഥാപനത്തിൽ, വിഷ്ണു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു സ്റ്റാർ ഹോംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സ്റ്റാഫായിരുന്നു. ഈ സ്റ്റാർ ഹോംസിന് വേണ്ടിയാണ് വിഷ്ണു പലപ്പോഴും ദുബായിൽ പോയിട്ടുള്ളതും അവിടെ നിന്ന് മടങ്ങി വന്നിട്ടുള്ളതും. ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ഇവർ തമ്പിയും വിഷ്ണുവും പിടിക്കപ്പെടുന്നതുവരെ, ബാലഭാസ്കർ ഒക്ടോബറിൽ മരിക്കുന്നു, മെയ് മാസം വരെ ഏകദേശം 200 മുതൽ 600 കിലോ വരെ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് DRIയുടെ കണ്ടെത്തൽ. ആലോചിച്ച് നോക്കുക, എന്ത് ഭീകരമായ സ്വർണ്ണക്കടത്താണ് ഈ കാലയളവിൽ നടന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കസ്റ്റംസ് സൂപ്രണ്ടിനെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുക പോലും ഉണ്ടായിട്ടുണ്ട്. ആ കസ്റ്റംസ് സൂപ്രണ്ടിൻ്റെ ഭാര്യയ്ക്ക് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ കൺസൾട്ടൻ്റ് ഇനത്തിൽ 1,20,000 രൂപ വെച്ച് പ്രതിമാസം ബാലഭാസ്കറിൻ്റെ അക്കൗണ്ടന്റ് വിഷ്ണു ശമ്പളവും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞെട്ടിക്കുന്ന വസ്തുതകളായി നിൽക്കെ എവിടെയാണ് അന്വേഷണ സംഘത്തിന് പിഴയ്ക്കുന്നത്? പെരിന്തൽമണ്ണയിലെ മോഷണം നടന്നില്ലായിരുന്നുവെങ്കിൽ, അർജുൻ വീണ്ടും അറസ്റ്റിലായില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് അങ്ങനെ തന്നെ പോകുമായിരുന്നു. ഇപ്പോൾ CBIക്ക് വീണ് കിട്ടിയ തുറുപ്പ് ചീട്ടാണ് അർജുനെ ഈ അവസരത്തിലെങ്കിലും കസ്റ്റഡിയിൽ വാങ്ങി കൃത്യമായി ചോദ്യം ചെയ്യുകയാണെങ്കിൽ ആ യാത്രയുടെ ഉദ്ദേശം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഇപ്പോഴും അർജുൻ ഈ കള്ളക്കടത്തുകാരുമായി, അതായത് കള്ളക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്, ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഒരു സഹതാപ തരംഗം അങ്ങനെ സൃഷ്ടിക്കുകയാണ് അന്വേഷണ സംഘം. ലോക്കൽ പോലീസിന് ആദ്യം ഭയങ്കര സഹതാപമായിരുന്നു. അർജുൻ അപകടത്തിൽ പരിക്കേറ്റ് കിടക്കുകയല്ലേ, അയാൾ സ്വയം വണ്ടി ഓടിച്ച് ഇടിക്കുമോ എന്നൊക്കെയായിരുന്നു ലോക്കൽ പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ചോദ്യം. CBIയും അതേ ചോദ്യങ്ങൾ തന്നെ അതുപോലെ തന്നെ ആവർത്തിച്ചു. സഹതാപ തരംഗം കൊണ്ട് ഈ അർജുനെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും അവർ സേഫാക്കി. ലക്ഷ്മിയോട് ഇതുവരെ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ചിട്ടില്ല. ലക്ഷ്മി ബാലഭാസ്കറിന്റെ മരണശേഷം പറഞ്ഞത് അദ്ദേഹം മരിച്ചയാൾ മരിച്ചു, ഇനി അതിൻ്റെ പുറകെ പോയിട്ട് എന്തിനാണ് എന്നാണ് ലക്ഷ്മിയുടെ ഒരു നിലപാട്. ലക്ഷ്മി ഇതുവരെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ എന്തിന് പൊതുസ്ഥലങ്ങളിൽ പോവുകയോ ചെയ്തതായി അറിവില്ല. ലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ നമ്പർ വരെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ബാലഭാസ്കറിന്റെ വീട്ടുകാർ, ബാലഭാസ്കറിന്റെ അമ്മയുടെ അനിയത്തിയുടെ മകളായ പ്രിയ വേണുഗോപാൽ, പ്രിയയൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നെങ്കിലും അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് ചില ആളുകളെ അറസ്റ്റ് ചെയ്യണം. അത് CBIയുടെ ആദ്യ അന്വേഷണ സംഘ തലവനായിരുന്ന ശ്രീ അനന്തകൃഷ്ണൻ അദ്ദേഹം മൊഴിയെടുക്കുന്ന സമയത്ത് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഉദ്ദേശം
ചില ആളുകളെ പിടിച്ച് അകത്താക്കുക എന്നതാണ്. ചില ആളുകളുടെ പേര് പറയുന്നു, അവരെ പിടിച്ച് അകത്താക്കുക. അതാണ് പ്രിയ വേണുഗോപാലിന്റെ ബാലഭാസ്കറിന്റെ വീട്ടുകാരുടെ ആവശ്യം. അതല്ല ശരിക്ക് അന്വേഷണത്തിൽ വേണ്ടത് എന്ന് അന്ന് CBI സംഘത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാത്തത്. കാരണം ചില ആളുകളുടെ പേര് പറയുന്നു, അവരുമായി റിലേറ്റ് ചെയ്യുന്ന യാതൊരു തെളിവുകളും കേസിലില്ലതാനും. അപ്പോൾ ബാലഭാസ്കറിന്റെ ഈ സഹോദരി എന്ന് പറയുന്ന ആൾ പറയുന്ന സംഭവത്തിലൊന്നും ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അന്നാണ് ആദ്യം കേസ് അന്വേഷിച്ച CBI സംഘത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾ എന്നോട് തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും പേരുകാരല്ല. ഈ അർജുനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അറിയാം എന്തിനാണ് ഇവർ അന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അമിത വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ചത്. ആരെ മീറ്റ് ചെയ്യാനാണ്? ഒരു സിനിമാ സംവിധായകനെ കാണണമെന്നായിരുന്നു അന്ന് പറഞ്ഞു വന്നിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അക്ഷയ് വർമ്മയുടെ ഒരു സിനിമ നടക്കുന്നുണ്ടായിരുന്നു. ബാലഭാസ്കർ അവസാനമായി സംഗീതം ചെയ്ത സിനിമ അതായിരുന്നു. ഭാഗ്യം കൊണ്ട് അതിനകത്ത് പാട്ട് എഴുതിയിട്ടുള്ള വ്യക്തി ഞാനാണ്. ഞാൻ പറയുന്നത് ബാലഭാസ്കറുമായി അത്ര അടുത്ത സൗഹൃദമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ടാണ് കേസിൻ്റെ എല്ലാ വശങ്ങളും എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാനും പങ്കുവയ്ക്കാനും കഴിയുന്നത്. കലാഭവൻ സോബി അല്ലാതെ മറ്റൊരാളും ഈ കേസിന് പിന്നാലെ ഇത്രയും അലഞ്ഞതായി അറിയില്ല. ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ വീട്ടുകാർ പോലും കേസുമായി മുന്നോട്ട് പോകുന്നെങ്കിൽ അവർ മൗനമായി ഇരിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിലൊക്കെ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സംഭവം പോലും യോഗനാഥം, അതായത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലോകം അറിയില്ല. വേറെ ആരും ഈ പ്രതികളെ, ഇവൻ ബാലഭാസ്കറിന്റെ വീട്ടുകാരും ബാലഭാസ്കറിന്റെ സഹോദരിയും ഒക്കെ തന്നെ ഈ പത്രങ്ങളൊക്കെ വായിക്കുന്നവരാണല്ലോ. അവരും ഈ ചിത്രങ്ങൾ കണ്ടിരിക്കും. അവർക്കൊന്നും ഇതൊക്കെ മറവിയിലേക്ക് പോയിരിക്കാം. പക്ഷേ അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അർജുൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോൾ കുറിയേടത്തുമന, ഇത് ബാലഭാസ്കറിന്റെ ഡ്രൈവറാണ്. ഫോട്ടോകൾ താരതമ്യപ്പെടുത്തി നോക്കി, എൻ്റെ സിസ്റ്റത്തിലുള്ള ഫോട്ടോകളും ഈ ഫോട്ടോയും താരതമ്യപ്പെടുത്തിയപ്പോൾ അർജുൻ തന്നെ. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. പിന്നീട് ഞങ്ങൾ തന്നെയാണ് ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് അത് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത്, ആ വിവരം കൈമാറിയത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ അർജുൻ്റെ അറസ്റ്റ് ഒരു നിയോഗമായി കണ്ട് CBI സംഘം അർജുനെ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് സോബി പറയുന്നത് പോലെ, തറപ്പിച്ച് പറയുന്നത് പോലെ ഉറപ്പായും ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അതിൽ യാതൊരു തർക്കവുമില്ല.